അങ്ങനെ ഇൻട്രോ തുടക്കം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മാഹിമച്ചാൻ, ഇതെൻ്റെ ഉമ്മ, അതപ്പുറത്ത് എൻ്റെ എത്താടെ മോള് അബിയ. ആക്ച്വലി പറയാനുള്ളൊരു കാര്യം, വീട് പാലുകാച്ചിൻ്റെ ടൈമൊക്കെ അതാ ആയി വന്നിരിക്കുകയാണ്. നാളെയാണ് വീട് പാലുകാച്ച്. അതിന് മുന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ശരിക്കും ഈ വ്ളോഗ് എടുത്തു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കാം ഈ വീട്ടിൽ നിന്നുമാണ് ആ തുടക്കമൊക്കെ വരുന്നതും വ്ളോഗിൽ. പക്ഷേ വ്ളോഗിനൊക്കെ മുന്നേ എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു വീടാണ്. എൻ്റെ ഓർമ്മ വെച്ച പ്രായം മുതലേ ഉള്ള ഒരു വീടാണ്. ഇവിടെയാണ് എനിക്ക് കുറേ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്ന വീട്. ശരിക്കും ഇത് വാങ്ങിക്കുന്നത് ഞാൻ മറ്റേ റീലിലും വീഡിയോയിലൊക്കെ പറയും പോലെ എൻ്റെ മൂത്താപ്പയാണ് വാപ്പാക്ക് ഇവിടുത്തെ ചാവി കൈ കൊടുക്കുന്നത് അല്ലേ. അന്ന് ഇത് ഏത് വർഷം വാങ്ങിച്ചാണമ്മ? 92 തോന്നുന്നു. ഓർമ്മയില്ലേ? മറന്നാ? ഏകദേശം എൻ്റെ 2 വയസ്സ് മുതലാണ് ഞാനിവിടെ താമസിക്കുന്നത്. അങ്ങനെ അപ്പം 92 ആണ്. 92-93 മേടിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വീട്. ഇതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പണി ചെയ്തെടുത്തതാണ് ഇങ്ങനെയൊക്കെ ആയത്. അപ്പോൾ അങ്ങനെ ഉമ്മയുടെ മോൻ വീട് വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ബാറ്ററി ഇട്ട് ഇരുത്തിയിരിക്കുകയല്ല കേട്ടോ. സംസാരിക്കും, ചിരിക്കും, കൗണ്ടറൊക്കെ അടിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വലിയ സോഫ സെറ്റിൽ ഒരു ബാറ്ററി ഇട്ട് ബൊമ്മ അവിടെ ഇരുത്തിയിരിക്കണം, അപ്പുറത്ത് വേറൊരു ബൊമ്മ ഇരുത്തിയിരിക്കണം എന്നൊക്കെ വിചാരിക്കും. ബൊമ്മകൾ സംസാരിക്കും. ടെൻഷൻ ഒന്നും ആണ്ട് വിരട്ടി ഇരുത്തിയൊന്നും അല്ല കേട്ടോ. അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ എവിടെ ഇരുന്നാലും എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കും. എന്റെ മോന് റെസ്പെക്ട് എന്നാണ് ഞാൻ അധികം സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബൊമ്മ നമ്പർ 1, വീടിലെ മെയിൻ ഒരു നെടുന്തൂൺ. എല്ലാ കാര്യത്തിനും ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഉമ്മ അടുത്ത് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടേ ഉള്ളൂ. അത് കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന് മുന്നേ ആയാലും എന്തെനിക്ക് വിഷമം ഉണ്ടായാലും ഞാൻ എൻ്റെ ഉമ്മ അടുത്തായിരിക്കും ആദ്യം ഷെയർ ചെയ്യുന്നത്. കാരണം അതിനെനിക്കൊരു സൊല്യൂഷൻ കിട്ടും. അതിന് ഉറപ്പായിട്ടും എനിക്കൊരു സൊല്യൂഷൻ എനിക്ക് അവിടെ നിന്ന് കിട്ടും. കാരണം ഒരുപാട് ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവ്സൊക്കെ ജീവിതത്തിൽ ഉമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സൊല്യൂഷൻ മേക്കറാണ്. അപ്പോൾ ഉമ്മ അങ്ങനെ സ്വന്തം മകൻ ഒരു വീട് വാങ്ങിച്ചിരിക്കുകയാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, മണക്കാട് വീട് വേണം എന്നുള്ളത്. നിശ്ചയിച്ച് മണക്കാട് ഒരു വീട് വാങ്ങിച്ചായിരുന്നു അളിയനെ നിശ്ചയിച്ച്. എൻ്റെ തൊട്ടപ്പുറത്താണ് ഞാനും മേടിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഈ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നിന്റെ വാപ്പ മാഹിൻ്റെ വാപ്പ ജനന സ്ഥലം, ജനിച്ചതും വളർന്നതും എല്ലാം മണക്കാട്. അപ്പം നെസ്സിയായ കല്യാണം കഴിച്ചു കൊടുത്ത മണക്കാട്, നെസ്സിയ വീട് വാങ്ങിച്ച മണക്കാട്. അപ്പം മാഹീനും കൂടെ അവിടെ വീട് വാങ്ങിച്ചതിന് ഭയങ്കര സന്തോഷമാണ്. എന്തെന്ന് വെച്ചാൽ വാപ്പാടെ 2 മക്കളും വാപ്പാടെ സ്വന്തം സ്ഥലത്ത് തന്നെ വീട് വാങ്ങിയല്ലോ. അത് അള്ളാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യവും എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും. പിന്നെ 2 അടുത്തടുത്ത് അനിയനും ഇത്തായും അടുത്തടുത്താകുമ്പം അതും ഏറ്റവും വലിയ സന്തോഷം. വല്ല പിണക്കം അവർക്ക് വരുന്നെങ്കിലും എനിക്കും പിണക്കം എല്ലാം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരിക്കലും വരാതിരിക്കട്ടെ. ഈ കൊച്ചുനാളിലെ നിങ്ങൾ പിണക്കം ഇല്ലാതല്ലേ ഞാൻ പറയണത് നമ്മളെ കുടുംബത്തില് ഭാര്യ ഭർത്താവായിട്ട് എന്തെങ്കിലും പ്രശ്നം വേണമെങ്കിൽ അവർക്ക് അങ്ങോട്ടും വരാം, എനിക്ക് അങ്ങോട്ടും പോകാം. അതാണ് പറയണത്, അങ്ങനെ വരാതിരിക്കട്ടെ. എന്റെ ദുആയാണ് ഇത്രയും പടച്ചവൻ ഇങ്ങനെ കൊണ്ടുപോയി അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. നെസിയാക്കും അങ്ങനെ തന്നെ പടച്ചവൻ വേണ്ടിയിട്ട് നല്ലൊരു ഫാമിലിയിലാണ് നെസിയ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിൻ്റെ കാര്യവും നിൻ്റെ എല്ലാ കാര്യവും സ്വന്തമായിട്ട് പഠിച്ചു എടുത്ത് 21 വയസ്സിൽ ജോലി വാങ്ങി എല്ലാം ചെയ്ത നിൻ്റെ ഒരു ഭയങ്കര കഴിവ് എൻ്റെ ദുആയും. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരുപാട് പ്രോത്സാഹനം ചെയ്തത് അത്രയും ഞാനാണ്. അങ്ങനെ പറയാൻ പാടില്ല. മക്കളുടെ പിന്നിൽ എല്ലാ അമ്മമാർക്കും അത് തന്നെ ചെയ്യാനുള്ളത്. കാരണം ഞാൻ അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു തടസ്സം നിന്നിട്ടില്ല അമ്മ. അപ്പോൾ ഞാനിപ്പം ഈ എൻജിനീയറിംഗ് ഇരിക്കുന്ന ടൈമിലാണ് പത്രത്തിൽ ഇതേപോലെ ക്ലബ് എഫ് എമ്മിൽ RJ ആയിട്ട് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് ഇത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പൊയ്ക്കോ, കുഴപ്പമില്ല. പോയി അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടുമ്പോഴും ഉമ്മ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ അതിലൊരു തടസ്സം നിന്നില്ല. അങ്ങനെ ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ നീ എന്തിനാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ പോകുന്നത്, എൻജിനീയറിംഗ് വേസ്റ്റ് ആയില്ലേ എന്ന് പറയുന്ന സാധനമൊന്നും ഉമ്മ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അള്ളാഹു തന്നത്. എല്ലാ കാര്യത്തിലും നമ്മുടെ ചിട്ടയോടുകൂടി വളർത്തി ചിട്ടയോടുകൂടി പോയി എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് ഇതുവരെ നല്ലതായിട്ട് തന്നു. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു എല്ലാ ആഫിയത്തും ആരോഗ്യവും ശരീരവും എല്ലാ ഭാഗ്യവും നിനക്ക് തരാൻ വേണ്ടി പടച്ചവൻ്റെ അടുത്ത് എന്ന് ദുആ ചെയ്യും. നിങ്ങളെ കുടുംബം സന്തോഷമായിട്ട് ഒന്നിച്ച് മരിക്കുന്നവരെ ഒന്നിച്ച് ജീവിച്ച് സന്തോഷമായിട്ട് എല്ലാ ഭാഗ്യവും അള്ളാഹു തല തന്ന് നിങ്ങൾ ജീവിച്ചോളും. ഇനി ബാറ്ററി ചാർജിന് വെച്ചേക്കുന്നുള്ളൂ രണ്ടാമത്തെ ആളിനെ. ധുവക്കുട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാമാണ്. കാരണം എൻ്റെ ധുവക്കുട്ടി നബിയ മോള് ഇപ്പോൾ ദുവയാണല്ലോ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അബിയ മോൾ എൻ്റെ എല്ലാമാണ്. കാരണം അബിയെ ഞാൻ കുഞ്ഞുനാൾ മുതൽ അബിയ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അബിയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബൊക്കെ അബിയാണ് എനിക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത്. ശരിക്കും 2012 അബിയ ന്യൂ ഇയർ ബോൺ ബേബിയാണ്. ജാനുവരിയിലാണ് അബിയ ജനിക്കുന്നതും
യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അബിയയും ഞാനും ആയിട്ടൊക്കെ കുറേ വ്ളോഗുകളൊക്കെ ഇട്ടിട്ടുണ്ട് കുഞ്ഞ് കാലത്ത്. അപ്പം എനിക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്, എൻ്റെ ഭാഗ്യവതിയാണ് ശരിക്കും. അപ്പോൾ എനിക്ക് ദുവയെ പോലെയാണ് അബിയയും. അപ്പോൾ ഭയങ്കര സംസാരമാണ്, ചലപില സംസാരമായിരുന്നു അല്ലേ അന്നത്തെ ആ ഒരു സമയത്ത്. എന്തൊരു നാക്കായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷെ നാക്ക് വാപ്പാരുടെ അടുത്ത് മാത്രമാണ്, നമ്മളെ അടുത്തൊന്നുമില്ല. അപ്പോൾ ബാറ്ററി ചാർജ് ആയെന്ന് തോന്നുന്നു. അബിയ ഇപ്പോൾ സൗദിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ചാർജ് എന്താണ് അബിയക്ക് പറയാനുള്ളത് ഈ ഒരു എക്സ്പീരിയൻസ്? മായ്മാമ വീട് വാങ്ങിക്കുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു എപ്പോഴെങ്കിലും? വീട് വാങ്ങുമെന്നാണ്. ഇപ്പോഴാണ് ഞാൻ വലുതായെന്നാണ് അബിയ വിചാരിച്ചത്. അപ്പൊ അബിയുടെ കല്യാണം ആകുമ്പോൾ ഞാൻ വാങ്ങുമെന്ന് അങ്ങനെ വിചാരിച്ചത്. അങ്ങനെയാണ് വിചാരിച്ചത് അബിയ. ഓക്കെ, ഇനിയൊരു കൊച്ചു വേട്ടു ഉണ്ട്. കൊച്ചു വേട്ടു അവിടെ കൊച്ചു വേട്ടു ജട്ടിയാണോ അത്? നിക്കറാണ്. ഓക്കെ, കൊച്ചു വേട്ടു ഇവിടെ ഉണ്ട്. വേട്ടു, നമ്മൾ വീട് വാങ്ങിച്ചിരിക്കുകയാണ്. ഹൗ ഡു യു ഫീൽ നൗ? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? പറഞ്ഞു. മായ്മാമ വീട് വാങ്ങിച്ചതിൽ സന്തോഷമുണ്ടോ? മായ്മാമ്മയുടെ വീട് വന്ന് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ഹാപ്പി നോ? ഓക്കെ. അല്ലുവിനെ റീലിൽ കണ്ടിട്ടുണ്ടെന്ന്. അല്ലു ചുങ്കുട് മോനായിരുന്നു. അല്ലുവിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ റീലിലും നമ്മൾ പ്രാങ്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഏത് പ്രാങ്കായിരുന്നു അത്? ലിറ്റിൽ സിംഗം പ്രാങ്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കാം മേളിൽ ടോപ്പിൽ. അപ്പോൾ ഉമ്മ ഇതൊക്കെ തന്നെയാണ്. വാപ്പ ഭയങ്കര ഹാപ്പി അല്ലേ? ഞാൻ അങ്ങനെ വാപ്പ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ആ വീട് ഫസ്റ്റ് ചെന്ന് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹമായിട്ട് വന്നത് അള്ളാഹു അത് തന്നെ സബലീകരിച്ചതുണ്ട്. അതെല്ലാം ഭയങ്കര മക്കളെ ഉയർച്ച വാപ്പാക്കുമ്മാക്കും ഭയങ്കര ആഗ്രഹമല്ലേ. നമ്മൾ സാധാ ഫാമിലി അല്ലേ, നമ്മൾ മീഡിയം ഫാമിലി. അപ്പം നമുക്കെല്ലാം അള്ളാഹു താല ചെറിയ ഭാഗ്യങ്ങൾ തന്ന് പോകുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമല്ലേ. പടച്ചവൻ്റെ അടുത്ത് 1,00,000 പ്രാവശ്യം നമ്മൾ സുജൂദ് ചെയ്യണം. നമുക്ക് തന്ന ഭാഗ്യത്തിന് അള്ളാഹുവിൻ്റെ അടുത്ത് ഇങ്ങനെ സുജൂദ് ചെയ്ത് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്തായാലും വീടിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ അധികം പണികൾ ഇങ്ങനെ ക്ലീനിങ് അതിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ കുറേ അധികം ജോലികൾ പെൻഡിങ് ഉണ്ട്. നാളെ അല്ലേ പാല് വെച്ച് അതൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ താങ്ക് യു വെരി മച്ച് അമ്മ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോകാം. ഓക്കെ, ശരി. വീട്ടിൻ്റെ പേര് അടിച്ചുകൊണ്ട് വന്ന ടീമാണ്. പാതിരാത്രിയൊക്കെയാണ് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. രക്ഷയില്ല, ഞാൻ തിരിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ പേര് കാണിച്ചു തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഗസ് ഉണ്ടോ? ചുമ്മാ ഇങ്ങനെ ഇതിപ്പോൾ മറച്ചു വെച്ച് കാണിക്കാനും പറ്റില്ല. തകരപ്പറമ്പുള്ള ആർട്ടിഫൈ ടീം ചെയ്തതാണ്. ഒരു രക്ഷയില്ല, അവരിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം പേര് മറച്ചു വെച്ചിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. എന്താണ് ആദ്യത്തെ മനസ്സിലായോ? ആദ്യത്തെ കാണാം. ബാക്കി നിങ്ങൾ ഗസ് ചെയ്യ് എന്ത് പേരാണെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ആർട്ടിഫൈന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. വേറെ സംഭവങ്ങളുണ്ട്, അതൊക്കെ ഇനി പാലുകാഴ്ച വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്. അപ്പോൾ നെയ്യാറ്റിൻകരയിലെ ഏറ്റവും ചെറുപ്പക്കാരിയെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. സള്ളേ ഷെരീഫ ബീവി. ഷെരീഫ ബീവിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഫില്ല് കൊണ്ടുവന്നത് ഞാൻ ഉമ്മച്ചയെ, അതെ, നമ്മുടെ പാല് കാച്ച് വിളിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും അധികം അനുഗ്രഹവും ഈ വീട്ടിൽ നിന്നുമാണ്. അപ്പൊ ഫില്ല് വന്നിരിക്കുകയാണ്. ഇതെന്തൊരു സർക്കസ് കാണിക്കണ ഈ വയസ്സാം കാലത്ത് എന്നുള്ള രീതിയിൽ. അതാണ് നീ ഇരുട്ടത്ത് നമ്മളെ കെട്ടിയെടുത്ത് കൊണ്ടുവന്നത്. പാല് കാച്ചാണ് ഈ വരുന്ന വെള്ളിയാഴ്ച. ഉമ്മച്ചയുടെ അനുഗ്രഹം, ഉമ്മച്ചക്ക് വരാൻ പറ്റാത്ത സാഹചര്യമല്ല, ഉമ്മച്ചയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അനുഗ്രഹിച്ചു. വ്ളോഗർ മച്ചാൻ എന്ന് പറഞ്ഞു വിടറാ. അല്ലോ, വ്ളോഗർ മച്ചാൻ. അതെ, അവിടെ വ്ളോഗത്തി ഉണ്ടായിരുന്നു സൈഡില്. കണ്ടോ പണ്ടത്തെ അബിയ? പണ്ട് അബിയൊക്കെ ആണല്ലോ വ്ളോഗ് ചെയ്തോണ്ടിരുന്നത്. എന്താണ് ഞാൻ വീട് വാങ്ങിച്ചതിലും ഈ പാല് കാച്ചിന്റെ കാര്യം പറഞ്ഞത് കേട്ടപ്പോഴും ഉമ്മച്ചാട വരാൻ പറ്റാത്തതിലാണ് വിഷമം. അത്രേ ഉള്ളൂ. കാണാൻ പറ്റാത്തതിൽ അവൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരും അല്ലേ? എവിടെ കിടന്നാലും എന്റെ മക്കളെ വീട്ടില് ഞാൻ ഓടി കാലുമേളയായിട്ട് ഓടിയിട്ടുണ്ട്.
ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ബസ്സിൽ കയറിയ പൈസ കൊടുക്കണ്ട. അതിന് അന്നേ പ്രിയദർശിനി ഉണ്ടായിരുന്ന അന്നത്തെ പ്രിയദർശിനിയായിരുന്നു ഉമ്മച്ച. ഓ അന്നത്തെ പ്രിയദർശിനിയായിരുന്നു ഉമ്മച്ച. ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു കോൺഗ്രസ് ഇപ്പം ചെയ്യുന്ന പോലെ ഫ്രീ ബസ്. നെയ്യാറ്റിൻകരയിൽ ഇന്ദിരാഗാന്ധിയാണ്. എന്റെ അപ്പൂപ്പൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അങ്ങനെ മുത്തശ്ശിയെ ഉസ്താദ് ഹോട്ടലിലെ ദുൽഖർ സൽമാനെ പോലെ വന്ന് വളച്ചെടുത്ത് കെട്ടി. അങ്ങനെ മുത്തശ്ശൻ സ്വാതന്ത്ര്യ സമര സേനാനി ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ മുത്തശ്ശിക്ക് യാത്ര ഫ്രീ ആയിരുന്നു. ഉമ്മച്ചാരുടെ കൂടെ പോകുമ്പോ ഫ്രീ ആയിരുന്നു. ഉമ്മച്ചാരുടെ ട്രെയിൻ യാത്രകൾ ഒരുപാട് കൊളാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഞാനും ആശിക്കും. ആശിക്കും കൂടെ ചേർന്ന് ഊണ് കഴിക്കണില്ലേ മേശ അന്ന് ഹറാത്തി പറഞ്ഞോ അല്ലെങ്കിൽ എന്തോ ഹറാത്തി പറഞ്ഞോ ഹലവലാദികളോ അങ്ങനെ എന്തൊക്കെ തെറികളൊക്കെ വിളിച്ചിട്ട് ഞാൻ ഇറങ്ങി വെളിയിറങ്ങി കളഞ്ഞ്. ഇപ്പൊ അവര് ഈ സാധനം നമ്മൾ എന്തെങ്കിലും അപായപ്പെട്ടു പോയാൽ പതുക്കെ അതുപോലെ പറയ്ക്ക് നേരത്തെ വെച്ചിട്ട് മിണ്ടാതെ ഇരുന്നിട്ട് നമുക്ക് വരാം. ഈ ട്രെയിനിൽ പൈസ ഒന്നും കൊടുക്കണ്ട. ട്രെയിൻ ബുക്കുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം ഇപ്പോഴും എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത വേറെ ഞാനിപ്പോ പാല് കാച്ചിയ പാല് കുപ്പിപ്പാലിലാക്കിക്കൊണ്ട് വരണോ അതോ സാധാ പാത്രത്തിലാക്കിക്കൊണ്ട് വന്നോ അതോ കുടിക്കാൻ എങ്ങനെയാണ്? നീ പാല് കാച്ചിക്കൊണ്ട് വന്നില്ലല്ലോ. കാച്ചാൻ പോണതല്ലേ ഉള്ളൂ. അപ്പോൾ നീ എപ്പോ കൊണ്ടുവന്നാലും ഞാൻ കുടിക്കും. കൂർക്കം വലിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. ആ ഉറക്കം നശിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സമാധാനവും സന്തോഷം. അതെ, ഉറക്കം പോയാലും മുത്തശ്ശിക്ക് ഒരുപാട് കഥകൾ പറയാനുള്ള. എന്റെ വൈഫ് അവിടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവിടെ കുറെ അടുക്കം ഒതുക്ക പരിപാടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ആക്കിയിട്ട് വന്നു. അതൊരു സമാധാനല്ലേ മുത്തശ്ശി? ആശിറിനൊരു ഉമ്മുമ്മ ഉണ്ട് ഇതേപോലെ. ഒരു പക്ഷെ സംസാരിക്കില്ല, പാവമാണ്. പക്ഷെ സോപ്പിന് പൗഡർ ഇട്ട് വെച്ച മണം കിട്ടാനാ? ഇതെന്തിനാണ്? ഗുളിയുടെ കൂടെ സൂചി കുത്തി വെച്ച തീപ്പട്ടി തൊണ്ടേ കുടുങ്ങിയ ഗുളി എടുക്കാനാണോ? എന്തൊക്കെ കാണിക്കണോ ഈ മുത്തശ്ശി? അപ്പൊ എനിക്ക് തരുമോ അത്? ആശ്വാസം കിട്ടോ കുറച്ചെങ്കിലും കഴിച്ചാ? രാത്രി തിന്നാനുള്ള ഗുളിക ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കെട്ട് ഇവിടെ ഇരുന്നു. ഓക്കെ, വേണ്ട വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും തന്നാ മതി. ഈ ഗുളിയൊന്നും വേണ്ട. ഓക്കെ, എന്റെ ഉമ്മയുടെ മാപ്പിള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാച്ചുവിൽ ഒരു പാവപ്പെട്ട പാസ്പോർട്ട് ഇരിക്കുന്ന ഇത് കണ്ട രാത്രി കഴിക്കുന്ന ഗുളികയാണ്. രാത്രി. ശരി, ഞാൻ ഇറങ്ങാണ്. ഇത് രണ്ടും രാത്രി കഴിക്കുന്ന ഗുളികയാണ്. ഡോക്ടർ ആവാണല്ലേ രാത്രി ഇരുന്നിട്ട്. അപ്പൊ ശരി, പോട്ടെ. ശരിയാ തെറ്റോ നിന്റെയൊക്കെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തിട്ടൊക്കെ പോയി. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇത് പഴയ പണ്ട് 1975 അടച്ച കറണ്ട് ബില്ല് അതല്ലേ? 75. എനിക്ക് പലതും തോന്നൂല അപ്പ. പിന്നെ ട്രെയിനിൽ കയറാൻ പറഞ്ഞാ വാ, ഞാൻ ആശിക്കിനെ കൂടെ ഒന്ന് വിളിച്ചോട്ടെ. വീട്ടിൽ പോയി വിളിക്കണം അവനെ. കയറി എല്ലാം അടിച്ചു ഉടച്ച് നോക്ക്, പഴയ ഷെരീഫ. ഇത് മിസൈല്. ഇത് ഈ ഫോട്ടോ തന്നെ. അതും ഇത് പൊട്ടാത്ത മിസൈല്. ഇത് അന്ന് പൊട്ടുന്ന മിസൈല്. ഓഫ്, എങ്ങനെയുണ്ട്? പാലുകാച്ച് പരിപാടികളൊക്കെ എന്താ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തത്രപ്പാടിലും ഓട്ടത്തിലൊക്കെയാണ്. ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട്. അപ്പം വീട്ടിലതാ സംഭവം ഷീറ്റൊക്കെ ഇട്ട് കസേരയൊക്കെ കൊണ്ടുവന്ന് പണിയൊക്കെ തകർത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ് ഗൈസ്, ഇവിടെയൊക്കെ ഷീറ്റിട്ട്. ഈ ഓണപ്പാച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ ഓട്ടപ്പാച്ചിലാണ്. പാലുകാച്ചോട്ടം. പാലുകാച്ചോട്ടത്തിലാണ്. സാധനങ്ങളൊക്കെ എത്തിക്കുക, കൊണ്ടിറക്കുക, വിളിക്കുക. യെസ്, കാണാൻ ഗൈസ്. അലങ്കാര പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയ്യ മലയാളം പോലും ഹിന്ദിക്കാരാണല്ലേ, പക്ഷെ കൊച്ചു പയ്യനാണ്. ജില്ല നടത്തുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഷീറ്റൊക്കെ ഇട്ട്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പം ഫ്രൈ അതൊക്കെ ഇവിടെ. അപ്പൊ ചായ എവിടെ കൊടുക്കും നമ്മള്? വെളിയിലോ? ഓ, ചായ ഐസ്ക്രീം കൊണ്ടൊക്കെ വെളിയിൽ. ഓക്കെ, നമ്മൾ പുറത്ത് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ഓക്കെ, പുതിയ AC നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പരിപാടിയിലാണ്. പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
9 മണിക്ക് വരുമെന്ന് പറഞ്ഞ് കൃത്യം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നല്ലേ? കറക്റ്റ് ഒരു സൈഡിൽ വെയിറ്റ് ചെയ്തല്ലേ? ഒരു സൈഡിൽ വെയിറ്റ് ചെയ്ത് നിന്നല്ലേ? കറക്റ്റ് 9 ആവാൻ വേണ്ടിയിട്ട് ആണല്ലേ? കൃത്യം 9 മണി. അതാണ് മാക്സ് സോൾവ് അല്ലേ? അത് മാക്സ് സോൾവ് ആണോ സോൾവ് ചെയ്യുമെന്ന് നോക്കണം ഇന്ന് മൊത്തത്തിൽ വീട്, എന്നിട്ട് ലാസ്റ്റ്. ഓക്കെ ശരി. വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മാക്സ് സോൾവ് ടീം കഴക്കൂട്ടമുള്ള ടീമാണ് മാക്സ് സോൾവ്. ഞാൻ വീട് ഫുള്ളും കാണിച്ചു തരുന്നില്ല, അപ്പം ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇവിടെയൊക്കെ പാല് പിടിച്ചെടുക്കണം. കറക്റ്റ് സ്ഥലം എവിടെയായിരുന്നു? കൊളത്തൂരല്ലേ? എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മൾ ഇങ്ങനെ ഒരു 4 മാസം അല്ലേ? അതെ. ഉണ്ടോ ഇവിടെ മൊത്തം പാല് പിടിച്ച് ഈ ഒരു കോലത്തിൽ കിടക്കുകയാണ്. കാരണം തെങ്ങുണ്ട്. ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട് ബാത്റൂം. രക്ഷയില്ല, വേറെ ലെവലാക്കി. ബാത്റൂമൊക്കെ പക്ക ക്ലീൻ. ഏറ്റവും അടിപൊളി മേളിൽ പ്രഷർ വാഷ് ചെയ്ത് ആ പായലും നേരത്തെ കിടന്ന കോല നിങ്ങൾക്ക് മാഷാ മോനെ ഇത് കണ്ട, ഇത് ക്ലീൻ ചെയ്തത് കണ്ട. ഇവർക്ക് ഇതിലൊക്കെയാണ് മാർക്ക് കൊടുക്കേണ്ടത്. പെർഫെക്റ്റ്. ഒരു രക്ഷയില്ല. പിള്ളേർക്ക് സ്പെഷ്യൽ ഷോട്ട് ഔട്ട്. കൊച്ചു പയ്യന്മാരാണ് ജില്ലെന്നും ചെയ്യും കേട്ടോ. അതിലൊരു മാറ്റമില്ല. ജിൽ ജിഗ ആയിട്ട് ചെയ്യും. കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രംകാരാണ്. ക്ലീനിങ്ങിന്, വീട്ടിൽ ക്ലീനിങ് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റുമാണ്. വിളിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം കേട്ടോ. വർക്ക് രക്ഷയില്ല. ഇത് കാലിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല വേദന വരുമോ? നല്ല വേദന ഇരിക്കുന്നത്, തരിച്ചു പൊട്ടും അല്ലേ? കണ്ണാടി പരുവാക്കി തന്നു. കണ്ണാടി പരുവ മൊത്തത്തിൽ ഒരു രക്ഷയില്ല. റൂമൊക്കെ വെട്ടിത്തിളങ്ങണ ഒരു ഹൈ കാണിച്ചാൽ എൻ്റെ മുഖം ടൈൽസിൽ കൂടെ കാണാൻ പറ്റും. അമ്മാതിരി സാധനം. രക്ഷയില്ല. നല്ല ക്ലീനിങ് വേറെ ലെവലാക്കി. ഓക്കെ ഉണ്ടല്ലോ, വേറെ ലെവലാക്കി. ഞാൻ 10-ൽ 9.5 മാർക്ക് നിങ്ങൾക്ക് തരും. കാരണം അത് നന്നായിട്ട് ഫുള്ള് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഹങ്കാരമായി പോകും. അതുകൊണ്ട് ആ 0.5 ഞാൻ അങ്ങ് എടുക്കുകയാണ്. ഇത് എൻ്റെ വീടായതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്തതെന്ന്? ഇല്ല ഒരിക്കലും ഇല്ല. നമ്മൾ ഏത് സർവീസ് ആയാലും ഏത് കസ്റ്റമർ ആയാലും നമ്മളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇപ്പം സെലിബ്രിറ്റിയാണ് അങ്ങനെയുള്ള ഒരു ഇത് നമ്മൾ വെക്കില്ല. വർക്കിൻ്റെ ക്വാളിറ്റിയിൽ നമ്മളൊരു വിട്ടുവീഴ്ചയും ചെയ്യും. എൻ്റെ അടുത്ത് 2 ദിവസം പറഞ്ഞ വർക്കൊക്കെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് ചെയ്തു തന്നു. ഞാൻ വീട് മൊത്തത്തിൽ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ സിമ്പിളായിട്ട്. പാല് കാച്ച് വരുമ്പോൾ മൊത്തത്തിൽ കാണിച്ചു കൊടുക്കും. ഒരു ചുറ്റുവട്ടമൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് മേളിൽ ആ പായലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു തന്നു. താങ്ക് യു മാക്സ് സോൾവ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ വീടൊക്കെ പാല് കാച്ചല്ലെങ്കിലും പുതിയ വീടുകളെല്ലാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിള്ളേരെ വിളിക്കാം. പിള്ളേർ അത്രമാത്രം സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു തരും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോട്ടെ. ഫർണിച്ചറൊക്കെ വന്നിരിക്കുകയാണ്. എക്സൈറ്റ്മെൻറ്റ് കൂടി വരിക. ഇനി കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ. യെസ് ഗൈസ്, ഫർണിച്ചർ ഇറക്കി വയ്ക്കുന്ന ആഴ്ചയിലെടുക്കും. സന്തോഷം. ഓക്കെ, എല്ലാം നന്നായി വരട്ടെ. എന്തായാലും പിള്ളേർ ഒരു രക്ഷയില്ലാതെ എൻ്റെ വീട് 2ാമത് പാല് കാച്ചിട്ടാണ് പോകുന്നത്. ആദ്യം ഒരെണ്ണം പാല് കാച്ചി, കാരണം വീട് മൊത്തത്തിൽ വൃത്തിയാക്കി തന്നിട്ട്
പ്ലച്ചനാക്കിയിട്ട് പോവാണ്. ഇത് പ്ലച്ച് ടീം എന്നാണ് പേരിടേണ്ടത്. ഇപ്പം മാക്സ് സോൾവ് എന്നാണ് പേര്. എന്താണ് ഈ പേര് ഇങ്ങനെ ഇടാൻ? മാക്സിമം സോൾവ് ആക്കി തരും നിങ്ങൾ അല്ലേ? വീട്ടിൻ്റെ ചാവി കാണാൻ എടുത്തായിരുന്നോ? ഇല്ലല്ലോ. ചാവി എടുത്തായിരുന്നോ വീട്ടിൻ്റെ? കാണാനില്ല. അത് ക്ലീൻ ചെയ്തപ്പം എല്ലാം ഇല്ലല്ലോ. താങ്ക് യു കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഈ ഏരിയ കാണല്ലേ. ബൈ ബൈ.